ഈ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിന് നല്ലതും മോശവുമായ ഘട്ടങ്ങളുണ്ടാകും എല്ലാവരുടെയും ജീവിതത്തിൽ. ഇപ്പോൾ എം.എൻ. വിജയൻ മാഷ് ഒരിക്കൽ പറഞ്ഞത്, നിങ്ങൾക്കൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ അയാളുടെ നല്ല ഗുണങ്ങൾ മാത്രം കാണുകയും നിങ്ങൾക്ക് ഒരാൾ അനഭിമതനാകുമ്പോൾ അയാളുടെ മോശം കാര്യങ്ങൾ മാത്രം എടുത്തു പറയുകയും ചെയ്യും എന്നത് ജി സുധാകരൻ്റെ ഒക്കെ കാര്യത്തിൽ വളരെ വ്യക്തമായി നമ്മൾ കണ്ടതുമാണല്ലോ. അതുകൊണ്ട് നേതാക്കൾ ഒരു പ്രസ്ഥാനത്തിനകത്തുള്ള അവരുടെ ബന്ധങ്ങൾ, അവരുടെ അടുപ്പം, അവരുടെ ചേരുന്നതും ചേരാത്തതും ഒക്കെ കോൺഗ്രസ് പോലെയുള്ള ഒരു വലിയ പാർട്ടിയിൽ അതൊരു വലിയ പ്രശ്നമാണെന്ന് തോന്നില്ല. കാരണം കെ കരുണാകരനും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലം കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കെ സുധാകരന്റെ കാര്യം വരുമ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു, രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ കുടുംബത്തെ കണ്ടു എന്ന് പറയുന്നത് ചെറിയ കാര്യമാണെന്ന് എനിക്ക് തോന്നില്ല. അതിന് കാരണം കെ സുധാകരനെ അനുനയിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ കരുത്ത് എന്താണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക. അതിന്റെ തടസ്സം നിൽക്കുന്ന ഒന്നും കെ സുധാകരന്റെ ഭാഗത്തുണ്ടാകരുത് എന്ന് ACC ആഗ്രഹിക്കുന്നുണ്ട്. സ്വദേശപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണിത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ KPCCയുടെ താൽക്കാലിക അധ്യക്ഷ ചുമതലയിലേക്ക് കെ സുധാകരനെ കൊണ്ടുവരുന്നതിൽ എന്തെങ്കിലും വലിയ പോരായ്മയോ കുഴപ്പമോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിൽ ഒരു പാൻ കേരള എഫക്റ്റിൽ കെ സുധാകരൻ അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടം, ആ പ്രസ്ഥാനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകളൊക്കെ കേരളത്തിന്റെ സാധാരണ ജനതയ്ക്ക് അറിയാവുന്നതാണ്. അവരുടെ രാഷ്ട്രീയ ഓർമ്മയിൽ അത് ഉണ്ടാകുന്നതുമാണ്. അതുകൊണ്ട് കെ സുധാകരനെ കൊണ്ടുവരികയും അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സമൂഹ മാധ്യമ പോസ്റ്റ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് കെ സുധാകരൻ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു എന്നതാണ്. അതിനപ്പുറത്തേക്ക് ഇതിന് വേറെ വലിയ വാർത്താ പ്രാധാന്യം കാണേണ്ടതില്ല എന്നെനിക്ക്. ദിലീപ് കുമാർ, കെ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതും ഡൽഹിയിലേക്ക് അവിടെ പോകണം, രാഹുൽ ഗാന്ധിയെ കാണണം എന്നൊക്കെ സംസ്ഥാന നേതാക്കൾ കൂടി ഇടപെട്ടാണ്, അതോടൊപ്പം KC വേണുഗോപാലൊക്കെ ഇടപെട്ടാണ് കെ സുധാകരൻ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയത്. എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ വേണ്ടി നടത്തിയ ഈ കൂടിക്കാഴ്ചയിൽ വലിയ സ്ഫോടനാത്മകമായ ചർച്ചയോ അല്ലെങ്കിൽ സ്ഫോടനാത്മകമായി കോൺഗ്രസിൽ കാര്യങ്ങൾ നടക്കുമോ എന്നല്ല. പക്ഷെ അപ്പോഴും ആ മുറുമുറുപ്പ് അവിടെ ബാക്കി നിർത്തുന്നതിന് കെ സുധാകരൻ്റെ ഈ സന്ദർശനത്തിന് ശേഷവും അങ്ങനെ തന്നെ നമുക്ക് കാണേണ്ടി വരും. ഈ കോൺഗ്രസിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള UDF വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച ചർച്ചകൾ സജീവമായി തുടരുന്നതിനിടെയാണ് നേരത്തെ താൻ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥി നിർണയ വേളയിലും കെ സുധാകരനാണ് ആദ്യം വെടിപൊട്ടിച്ചത്. അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും കോൺഗ്രസിൻ്റെതെന്നുള്ള രമേശ് ചെന്നിത്തലയുടെ പേര് പ്രഖ്യാപിച്ച ആദ്യം കെ സുധാകരനായിരുന്നു. പിന്നീട് PJ കുര്യൻ ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ അതിനെ പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കെ സുധാകരൻ ആ നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ്. VD സതീശനോടുള്ള എതിർപ്പ്, അതായത് MP മാരാരും മത്സരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് VD സതീശൻ ശക്തമായി എടുത്തിരുന്നു. അതുകൊണ്ട് തൻ്റെ ഈ കണ്ണൂർ നിയമസഭാ സീറ്റിലെ മത്സരത്തിനുള്ള സാധ്യത ഇല്ലാതാക്കിയത് VD സതീശനാണെന്നുള്ള ഒരു ആ പക ഇങ്ങനെ കെ സുധാകരൻ്റെ മനസ്സിലുണ്ടാകാം. മാത്രമല്ല, പ്രശ്നപരിഹാരത്തിന് കോൺഗ്രസ് നേതൃത്വത്തെ ഇടപെടിച്ചതിൽ നിർണായക പങ്ക് വഹിച്ചത് രമേശ് ചെന്നിത്തലയും AK ആന്റണിയുമായിരുന്നു. അതുകൊണ്ടെല്ലാം ആ ഒരു വ്യക്തിബന്ധം കൂടി ഇപ്പോഴുള്ള ഈ കെ സുധാകരന്റെ പ്രതികരണത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.